നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറൈഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമാണ് അല്ലേ? അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള സ്റ്റെപ്പിനി, ടയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ ഒരുക്കി വെക്കും അല്ലേ? ഇൻ കേസ് എന്തെങ്കിലും വരണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല, നമ്മൾ യാത്രയിൽ എന്തെങ്കിലും ഒരു തടസ്സം വന്നാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മഴ വരുന്നതിന് മുന്നേ കുടയെല്ലാം കരുതാറുണ്ട് അല്ലേ? മഴ വരണം എന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ടയർ എന്തെങ്കിലും പഞ്ചറാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തടസ്സങ്ങൾ വണ്ടിക്ക് മുന്നോട്ട് പോകാൻ ഇല്ലാതെ വന്നാലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് സ്റ്റെപ്പിനിയൊക്കെ നമ്മൾ കരുതി വെക്കുന്നത്. അത്യാവശ്യം ടൂൾസ് ഒക്കെ നമ്മൾ കരുതി വെക്കാറുണ്ട്. അപ്പോൾ യാത്രയൊന്നും തടസ്സപ്പെടാതെ മുന്നോട്ട് പോകാൻ അത് സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിനെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് എന്ന അതായത് ജീവിതം എന്ന യാത്രയിൽ നമ്മളുടെ ഒപ്പം തന്നെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരും എല്ലാവരും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും കേസിലുള്ള ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ആക്സിഡൻ്റ് ആയിരിക്കാം, ഒരു ഡിസേബിലിറ്റി ആയിരിക്കാം, അതല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഡെത്ത് തന്നെയാവാം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള തടസ്സം നമ്മുടെ ജീവിതപാതയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന സാധനം എടുത്തു വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലും നമ്മൾ കരുതലെടുക്കാറുണ്ട്. ഒരു ഫോൺ വാങ്ങിച്ചാൽ പോലും നമ്മൾ അത് താഴെ വീണ ഒന്നും സംഭവിക്കാതിരിക്കാൻ അതിന് മനോഹരമായ ഒരു കവറ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ലൈഫിനെ, സ്വന്തം ഹെൽത്തിനെയൊക്കെ നമ്മൾ ഇൻഷുർ ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? നമ്മളുണ്ടെങ്കിലല്ലേ ബാക്കി എല്ലാ കാര്യവും ഉണ്ടാവുള്ളൂ. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ നമ്മളില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സന്നാഹങ്ങളും വാഹനങ്ങളും ഫോണും ഇതൊന്നും ആവശ്യം വരുന്നില്ല. അപ്പം നമ്മളെ ആദ്യം ഇൻഷുർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മളുടെ ഈ ജീവിതയാത്രയിൽ എന്തെങ്കിലും ഒരു അനിശ്ചിതത്വം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആണെങ്കിലും അതിനെ നമുക്ക് അതിജീവിക്കാനും അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഉള്ള മറ്റ് യാത്രക്കാർക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനും അത് സഹായകമാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അത് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്കും കൂടെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ സന്തോഷവും നൽകാൻ രീതിയിലുള്ള കൃത്യമായ ഒരു ഇൻഷുറൻസ്, അത് ലൈഫ് ഹെൽത്തും ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ എടുത്തു വയ്ക്കുക. അതിന് ഈ വരുന്ന 30-ാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാവരും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ 30-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് രംഗത്ത് വലിയ മാറ്റങ്ങൾ വരികയാണ്. ലൈഫ് ഇൻഷുറൻസ് രംഗത്താണെങ്കിലും ഹെൽത്തിൻ്റെ ആയാലും ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രീമിയം എല്ലാം കൂടാൻ പോകുന്നു. പല നല്ല സ്കീമുകളും നിർത്തലാക്കാനോ അല്ലെങ്കിൽ കൂടുതൽ വലിയ പ്രീമിയത്തിലോട് കൂടിയോ ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഈ വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ വളരെ വലിയ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ ഈ സ്കീമുകളെല്ലാം നഷ്ടപ്പെടുത്താതിരിക്കുക. 30-ാം തീയതിക്ക് മുന്നേ തന്നെ നിങ്ങളുടെ ലൈഫും ഹെൽത്തും നിങ്ങൾ ഇൻഷുർ ചെയ്യുക. അതിനുവേണ്ട എല്ലാ ഗൈഡൻസും തരാൻ ഞങ്ങൾ ഇവിടെ എപ്പോഴും റെഡിയാണ്. ആവശ്യമുള്ളവർ, അതിനുവേണ്ട ഗൈഡൻസിന് ആവശ്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കത് 30-ാം തീയതിക്ക് മുന്നേ തന്നെ അത് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളുടെ കൂടെയുള്ളവരുടെ ലൈഫിനെയും സുരക്ഷിതവും സന്തോഷകരവുമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ. ഒപ്പം തന്നെ ഈ എപ്പിസോഡുകളെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രയോജനകരമായ അറിവുകൾ നൽകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായ അറിവുകൾ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കാണുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.